ഹായ് വെൽക്കം ടു IT ഇൻഫോ അക്കാഡമി. ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള സീരീസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ഇതിനുശേഷം നമ്മൾ ഈ ചാനലിൽ തന്നെ മറ്റ് കോഴ്സുകൾ, ടെക്നിക്കൽ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ് ഒക്കെ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നെറ്റ്വർക്കിംഗ് എന്ന് നോക്കാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്നത് രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടറുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുകയും അതുവഴി ഡാറ്റ ഷെയറിങ്ങും റിസോഴ്സ് ഷെയറിങ്ങും ചെയ്യുന്നതിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന് പറയാം. ഓക്കെ, ഈ ഡാറ്റ ഷെയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ്, ഇപ്പോൾ ഇമേജസ് ആവാം, വീഡിയോസ് ആകാം, എനി അതർ ഡോക്യുമെൻറ്റ്സ്, അതിനാണ് ഡാറ്റ ഷെയറിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ ഡിവൈസുകളാണ്. ഇപ്പോൾ പ്രിൻ്റർ ഷെയർ ചെയ്യാൻ പറ്റും, സ്റ്റോറേജ് ഷെയറിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നെറ്റ്വർക്കിംഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്കിംഗ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ബിൽഡിംഗ് ആണ്. ഇവിടെ നെറ്റ്വർക്കിംഗ് ചെയ്തിട്ടില്ല. അതിൽ 4 നിലകളാണ് ഈ ബിൽഡിങ്ങിനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 കമ്പ്യൂട്ടറുണ്ട്, സെക്കൻഡ് ഫ്ലോറിൽ ഒന്നുണ്ട്, തേർഡിലുണ്ട്, ഫോർത്തിലുണ്ട്. ഇപ്പോൾ നെറ്റ്വർക്കിംഗ് ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ നിന്നും ഒരു ഡാറ്റയെ ഈ ഫോർത്ത് ഫ്ലോറിലേക്കുന്ന കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണ്? നമ്മളൊരു പെൻ ഡ്രൈവ് കൊണ്ടുവരുന്നു, ഈ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യും. അതിനുശേഷം നമുക്ക് ആവശ്യമായ ഡാറ്റകൾ മൊത്തം പെൻ ഡ്രൈവിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കും, പേസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ ഫ്ലോറെല്ലാം കയറി നേരെ എന്ത് ചെയ്യണം? ഏറ്റവും ടോപ്പ് ഫ്ലോറായ ഫോർത്തിലേക്ക് എത്തണം. അതിനുശേഷം ആ പെൻ ഡ്രൈവ് ആ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുകയും അതിലെ ഡാറ്റകൾ ആ കമ്പ്യൂട്ടറിലേക്ക് തിരിച്ച് പേസ്റ്റ് ചെയ്യുകയും വേണം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റും നെറ്റ്വർക്കിംഗ് ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് ഒരു വലിയൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കമ്പനിയിലത്തെ എല്ലാ കമ്പ്യൂട്ടറിലേക്കും ഡാറ്റ എത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നെറ്റ്വർക്കഡ് ആണെങ്കിൽ, ഈ കമ്പനി മൊത്തം അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് ഫുള്ളും നെറ്റ്വർക്കഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ കമ്പ്യൂട്ടറിൽ നിന്നും ആ ഒരു ഫയലിനെ ഷെയർ ചെയ്താൽ മതി. ഓക്കെ, അതിൻ്റെ IP അഡ്രസ്സ് എന്നൊക്കെ പറയും, അതൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ IP അഡ്രസ്സിലേക്ക് നമുക്ക് ഷെയർ ചെയ്താൽ മതി. അതിൻ്റെ IP വെച്ചിട്ട് നമുക്ക് ഇതിൽ ഏത് കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡാറ്റ ഷെയറിങ് സിമ്പിളായി. ഇതാണ് നെറ്റ്വർക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത്. നമുക്ക് ഡാറ്റ ഷെയറിങ് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പെൻ ഡ്രൈവ് കൊണ്ട് കയറിറങ്ങിയിട്ട് ഡാറ്റ ഷെയർ ചെയ്യേണ്ടി വരും. അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, രണ്ടാമത്തെ ഒരു പോയിൻ്റാണ് റിസോഴ്സ് ഷെയറിങ്. റിസോഴ്സ് ഷെയറിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ പ്രിൻ്റർ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇന്ന് പ്രിൻ്റ് എടുക്കേണ്ട സാഹചര്യമുണ്ട്. നമ്മുടെ കയ്യിൽ അത്രയും കാശ് കൊടുത്ത് പ്രിൻ്റേഴ്സ് വാങ്ങാനുള്ള ഒരു അവസ്ഥയിലല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പ്രിൻ്റർ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നെറ്റ്വർക്കഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എല്ലാ കമ്പ്യൂട്ടർക്കും സെപ്പറേറ്റ് പ്രിൻ്റർ വാങ്ങി കൊടുക്കേണ്ടി വരും. ഓക്കെ, നെറ്റ്വർക്കഡ് ആയതുകൊണ്ട് നമുക്ക് ഈ പ്രിൻ്ററിന് എന്ത് ചെയ്യാൻ പറ്റും? നെറ്റ്വർക്കിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നെറ്റ്വർക്കിലിരിക്കുന്ന എല്ലാ ക്ലയൻറ്റുകൾക്കും, എല്ലാ കമ്പ്യൂട്ടറുകൾക്കും ഈ പ്രിൻ്ററിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ സൈഡിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് ലാഭമാണ് കമ്പനിക്ക് വരുന്നത്. കാരണം ഒരു 10 കമ്പ്യൂട്ടറിനെങ്കിൽ നെറ്റ്വർക്ക് ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ 10നും 10 പ്രിൻ്റർ നമ്മൾ വാങ്ങി കൊടുക്കേണ്ടി വരും. അപ്പോൾ കമ്പനിക്ക് ഒരുപാട് നഷ്ടമാണ് വരിക. നേരെ മറിച്ച് നെറ്റ്വർക്കറാണെങ്കിൽ ആ 10 കമ്പ്യൂട്ടറിനും കൂടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു പ്രിൻ്റർ വാങ്ങിയാൽ മതി. ഓക്കെ, ബാക്കി 9 പ്രിൻ്ററിന് ക്യാഷ് നമുക്ക് കമ്പനിക്ക് ലാഭമാണ്. അപ്പോൾ ഇതേപോലെ റിസോഴ്സ് ഷെയറിങ് നമുക്ക് ഏത് വഴി ചെയ്യാൻ പറ്റും? നെറ്റ്വർക്ക് വഴി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്ന് സിമ്പിളായി പറയാം. നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തതിന് പറയുന്ന പേരാണ്, അതായത് ഡാറ്റ ഷെയറിങ്ങിന് പറയുന്ന പേരാണ്. അതുപോലെ തന്നെ റിസോഴ്സ് ഷെയറിങ് നമുക്ക് നെറ്റ്വർക്കിനോട് ചെയ്യാൻ പറ്റും. ഡാറ്റ ഷെയറിങ് പറയാൻ നമ്മളുടെ ഇമേജസും വീഡിയോസും ഡോക്യുമെൻറ്റ്സൊക്കെ ഷെയർ ചെയ്യുന്നതിന് ഡാറ്റ ഷെയറിങ് എന്ന് പറയാം. അതേപോലെ റിസോഴ്സ് ഷെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈസുകൾ ഷെയർ ചെയ്യുന്നതാണ്. പ്രിൻ്റർ, മെമ്മറി, ഇതിനൊക്കെ ഷെയർ ചെയ്യുന്നതിനാണ് റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. ഇതേപോലെ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്